വോട്ട് വീഴാൻ ഇനി 6 ദിവസം കൂടി മാത്രമേ ബാക്കിയുള്ളൂ. കേരളത്തിലെ 20 സീറ്റുകൾക്ക് വേണ്ടി നടക്കുന്നത് കൊണ്ടുപിടിച്ച മത്സരം കൂടിയാണ്. ജനം വിധി എഴുതാൻ ഇനി ഏതാനും ദിവസങ്ങൾ കൂടി മാത്രം. കുറച്ചധികം വർഷങ്ങളായി ഉള്ളതുപോലെയല്ല, പാടെ മാറിയ രാഷ്ട്രീയ ചിത്രവുമായിട്ടാണ് ഇത്തവണ പൊതു തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുന്നത്. ഇടതുമുന്നണിക്കും ഐക്യ ജനാധിപത്യ മുന്നണിക്കും ഒപ്പം ദേശീയ ജനാധിപത്യ സഖ്യമെന്ന മറ്റൊരു ബദൽ ശക്തി കൂടി കേരളത്തിൽ ചുവടുറപ്പിക്കുകയാണ്. അവർക്ക് വേണ്ടി ഇക്കുറി കളത്തിലിറങ്ങുന്നത് ചെറിയ മീനുകളുമല്ല. തൃശൂരിൽ ചരിത്ര വിജയം കുറിച്ചുകൊണ്ട് BJPയുടെ കേരളത്തിലെ അക്കൗണ്ട് തുറക്കാനുള്ള ചുമതല നടൻ സുരേഷ് ഗോപിക്കാണ്. മോദിയുടെ വരവ് തൃശൂരിൽ ഉണ്ടാക്കിയത് ചില്ലറ സ്വാധീനമൊന്നുമല്ല. മാത്രമല്ല, മോദി ഗ്യാരണ്ടിയും സുരേഷ് ഗോപിയുടെ വാഗ്ദാനങ്ങളുമെല്ലാം തൃശൂരിൽ താമര വിരിയിക്കുന്നതിലേക്ക് എത്തിക്കും എന്നാണ് സൂചനകൾ. കേരളം BJPക്ക് വളരെ പ്രാധാന്യമേറിയ ഒരിടമാക്കി മാറ്റുന്നു എന്ന പ്രചാരണങ്ങൾക്കിടയിൽ ഇക്കാര്യത്തെക്കുറിച്ചും സുരേഷ് ഗോപി ഇപ്പോൾ മനസ്സ് തുറന്നിരിക്കുന്നു. ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തനായ നേതാക്കന്മാരിൽ ഒരാളാണ് മോദിജി. രാഷ്ട്രീയ ക്ഷേമത്തിനായി നല്ല മനസ്സുള്ളവരെ ഒരുമിച്ച് ചേർക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. കേരളത്തിലും തമിഴ്നാട്ടിലുമൊക്കെ അതിനാണ് അദ്ദേഹം ശ്രമിക്കുന്നത് എന്നും സുരേഷ് ഗോപി പറഞ്ഞു. തിരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ മന്ത്രിസഭയിൽ ഇടം കിട്ടുമോ എന്ന ചോദ്യത്തോടും സുരേഷ് ഗോപി പ്രതികരിച്ചു. അതൊക്കെയും പാർട്ടിയിലെ മുതിർന്ന നേതാക്കളുടെ തീരുമാനമാണെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. തന്നെക്കുറിച്ച് തന്റെ നേതാക്കൾക്ക് നന്നായി അറിയാം. താൻ ജയിച്ചാൽ ഒരു MP ആയി തുടരും. തനിക്ക് പ്രവർത്തിക്കാൻ ആവശ്യമായ സൗകര്യം അവർ ഒരുക്കി തരുമെന്ന് തനിക്ക് നല്ല ഉറപ്പുണ്ട്, അദ്ദേഹം പറയുന്നു. കേരളത്തിൽ BJPയുടെ സാധ്യതകൾ വർദ്ധിപ്പിക്കാൻ മോദിയുടെ വരവ് ഗുണമായെന്നും താരം പറഞ്ഞു. കരുവന്നൂരിൽ തെറ്റ് ചെയ്ത ആരെയും വെറുതെ വിടില്ലെന്ന പ്രധാനമന്ത്രിയുടെ ഉറപ്പ് പാവങ്ങൾക്ക് പുതിയ ഊർജവും നൽകിയിട്ടുണ്ട്. കൂടാതെ വന്ദേ ഭാരത് കൂടുതൽ അനുവദിക്കാനും ജൽ ജീവൻ മിഷൻ നടപ്പാക്കാനും ഒക്കെ അദ്ദേഹം ശ്രമിച്ചു. എല്ലാ വീട്ടിലും കുടിവെള്ള കണക്ഷൻ കിട്ടുമെന്നാണ് പ്രധാനമന്ത്രി പറയുന്നതെന്നും സുരേഷ് ഗോപി ചൂണ്ടിക്കാട്ടുന്നു. രണ്ടാമത്തെ തവണയാണ് താൻ തൃശൂരിൽ മത്സരിക്കുന്നതെന്ന് പറഞ്ഞ സുരേഷ് ഗോപി ഇത്തവണ വിജയം ഉറപ്പാണെന്ന് BJPയും മറ്റു പാർട്ടിയിലെ നല്ല മനുഷ്യരും ഒക്കെ കരുതുന്നുവെന്നും പറയുന്നു. ഇതിനായി അദ്ദേഹം ചൂണ്ടിക്കാട്ടിയ ഉദാഹരണം തൃശൂർ മേയറായ MK വർഗീസിന്റെ വാക്കുകൾ കൂടിയാണ്. നേരത്തെ സുരേഷ് ഗോപി പുകഴ്ത്തി വർഗീസിന്റെ പ്രസ്താവന ഇടത് കേന്ദ്രങ്ങൾക്ക് വലിയ തിരിച്ചടിയായിരുന്നു. അതിനു പിന്നാലെയാണ് സുരേഷ് ഗോപി തന്നെ അതിനെ ഏറ്റുപറയുന്നതും. നല്ല നേതാക്കൾ എപ്പോഴും സെൻസിറ്റീവ് ആയിരിക്കണമെന്നും വൈകാരികത ഉള്ളവർ ആയിരിക്കണമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. എങ്കിൽ മാത്രമേ നമുക്ക് ജനങ്ങളുടെ കണ്ണുനീർ കാണാൻ കഴിയൂ. കണ്ടാൽ മാത്രം പോരാ, അത് തുടയ്ക്കാനും കഴിയണം. അവരനുഭവിക്കുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കണം, അത് പരിഹരിക്കണമെന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു.